രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ശക്തമാകുന്നു. പക്ഷേ KPCC വലിയ പ്രതിരോധത്തിലാണ്. ജിഷ്ണു കൃഷ്ണൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞത് രാഹുൽ രാജിവെക്കേണ്ടതില്ല, ഒരു പരാതിയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. അതായത് AICCക്കും KPCCയെ പോലെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാനാകുന്നില്ല എന്നാണോ? ഏത് രീതിയിൽ നടപടിയെടുക്കുമെന്ന ആശയക്കുഴപ്പം KPCCയെ പോലെ AICCക്കുമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയെടുക്കണം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതോടൊപ്പം MLA സ്ഥാനവും രാജിവെപ്പിക്കണം എന്ന നിർദ്ദേശം AICC നൽകിയിരുന്നു. പിന്നീട് ഇന്നലെ തുടർച്ചയായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് AICC നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തുകയും ആദ്യഘട്ടത്തിൽ AICC നിർദ്ദേശിച്ചത് ഈ വിഷയത്തിൽ കടുത്ത നടപടി രാഹുലിനെതിരെ വേണം, ഏത് രീതിയിൽ നടപടി സ്വീകരിക്കണം എന്ന് സംസ്ഥാനത്ത് KPCCയുടെ സംസ്ഥാന നേതൃത്വം കൂടിയാലോചനകൾ നടത്തി സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തി തീരുമാനിക്കട്ടെ എന്നാണ് ഇന്നലെ AICC നേതൃത്വം നൽകിയ നിർദ്ദേശം. തുടർന്ന് മുതിർന്ന നേതാക്കൾ കൂടിയാലോചന നടത്തുകയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുൽ രാജിവെക്കും എന്ന കാര്യം AICC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ രാജിക്ക് വഴങ്ങാൻ രാഹുൽ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, സംസ്ഥാനത്തെ തന്നെ ചില മുതിർന്ന നേതാക്കൾ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും രാഹുലിന് സംരക്ഷണം ഒരുക്കി മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് കാരണമാണ് രാഹുലിനെതിരെയുള്ള നടപടിയെടുക്കുന്നതിൽ KPCC നേതൃത്വത്തിലും AICCയിലും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം തുടരുന്നത്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ AICC നേതൃത്വത്തോട് തന്നെ രാഹുലിനെതിരെ കടുത്ത നടപടി വേണം, MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകണം, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയ പ്രചാരണ വിഷയമാകും എന്ന് ഇതിനോടകം AICC അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ രാജിവെക്കണം എന്ന പൊതു നിലപാട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ട് എങ്കിൽ പോലും KPCCയിൽ നിന്ന് അത്തരത്തിലൊരു ശക്തമായ നിർദ്ദേശം മുൻപോട്ട് വരാതിരിക്കുകയും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഇപ്പോഴും രാഹുലിന് സംരക്ഷണമൊരുക്കി നിൽക്കുന്നതുമാണ് രാഹുലിനെതിരെയുള്ള നടപടി വൈകുന്നതിന് കാരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ 9-ലധികം പരാതി കേരളത്തിൻ്റെ ചുമതലയിലുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടും അതല്ലാതെയും 9-ലധികം പരാതി ഇതിനു മുൻപേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ദീപാദാസ് മുൻഷി പറഞ്ഞത് അങ്ങനെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ്. അതിനർത്ഥം ഈ വിവാദത്തിന് കുടപിടിക്കുന്നു AICCയും. കൃഷ്ണാജി ചൂണ്ടിക്കാട്ടിയതുപോലെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കൾ, AICC നേതൃത്വത്തിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്ന നേതാക്കൾ, ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തണം എന്ന ശക്തമായ നിലപാടെടുക്കുന്നതാണ് ഈ ഒരു ആശയക്കുഴപ്പത്തിനും ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിന് പിറകിൽ എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം കൃത്യമായി AICC നേതൃത്വത്തിന് ഈ വിഷയമുണ്ടായതിനു ശേഷം, അതായത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷവും അതിനു മുൻപും രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ വ്യക്തമായ പരാതി ദീപാദാസ് മുൻഷിക്കും AICC നേതൃത്വത്തിലെ നേതാക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് VD സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്യമായ പരാതികൾ ഒതുക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു. നിലവിൽ വിവാദമാവുകയും ജനങ്ങൾക്ക് മുൻപിലേക്ക് ഈ വിഷയങ്ങൾ എത്തിയതോടെ VD സതീശൻ നിലവിൽ രാഹുലിനെ കഴിയൊഴിഞ്ഞ മട്ടാണ്. പക്ഷേ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുലിനൊപ്പം നിൽക്കുന്നു. രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ സംഘടനാ തലത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ രാജി ഉണ്ടാകുമെന്ന ഭീഷണി മുഴക്കുന്നു. അത് കാരണം തന്നെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ KPCCക്ക് സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രജിത്ത്, ഇതിപ്പോൾ വലിയ വിവാദത്തിൽപ്പെട്ട് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാഹുൽ. നോക്കൂ, അതിനിടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുന്നുവെന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇടനിലക്കാരുപയോഗിച്ച് ഇരകളുമായി ഫോണിലോ അല്ലാതെയോ ബന്ധപ്പെട്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം എന്ന് രാഹുൽ തീരുമാനിക്കുന്നുവെന്നോ? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നതിൻ്റെ പിന്നാലെ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുകയും DGPയുടെ റിപ്പോർട്ട് തരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ മറ്റൊരു നിയമപ്രശ്നമുള്ളത് ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചടക്കമുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് സുവോമോട്ടോ പ്രകാരം പോലീസിന് കേസെടുക്കാവുന്ന വിഷയങ്ങളാണ്. അങ്ങനെ പോലീസ് കേസെടുക്കുകയാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഉണ്ടാകുമോ ഇല്ലയോ എന്നത് നോക്കിയാണ് ആ കേസെടുക്കുന്നതിന് വേണ്ടി സർക്കാർ വെയിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. കാരണം ആ വിവാദം കത്തിച്ചു നിർത്തേണ്ടത് സർക്കാരിൻ്റെ ആവശ്യവുമാണ്. വനിതാ കമ്മീഷൻ നേരത്തെ
കെ ശശിയുടെ ഒന്നും കാര്യത്തിൽ ഒരു കേസും എടുക്കില്ല എന്ന് പറഞ്ഞ വനിതാ കമ്മീഷൻ തന്നെയാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സ്വമേധ കേസെടുത്തതുള്ള രാഷ്ട്രീയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും പോലീസ് അങ്ങനെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇരകളുടെ മൊഴി രേഖപ്പെടുത്തുകയും രാഹുൽ ഈ രീതിയിൽ ഗർഭചിത്രത്തിനടക്കം നിർബന്ധിച്ചു എന്നടക്കമുള്ള വസ്തുതകൾ പുറത്തു വരികയും ചെയ്യും. അങ്ങനെ വന്നാൽ അതൊരു ക്രിമിനൽ കുറ്റകൃത്യമാകുകയും രാഹുലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇടനിലക്കാർ വഴി ഇപ്പോൾ ഈ ഇരകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു രാഹുൽ എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ഇരകളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇരകളെ ഇടനിലക്കാർ വഴിയാണ് ഒരു ബന്ധപ്പെടാനുള്ള ശ്രമം രാഹുൽ നടത്തുന്നത്. സ്വാഭാവികമായും ഒരു ക്രിമിനൽ നിയമ നടപടിയിലേക്ക് പോലീസ് പോകുന്നതിന് മുൻപ് ഇരകളെ സ്വാധീനിച്ച് തനിക്കെതിരായ മൊഴി ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് രാഹുൽ നടത്തുന്നത് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. ഇതിനൊപ്പം തന്നെയാണ് മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളിലേക്കും രാഹുൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും പ്രതിരോധം തീർത്ത് നേരത്തെ അവന്തികയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതുപോലെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടാണ് രാഹുൽ അവന്തിയുടെ കാര്യത്തിൽ ഒരു പ്രതിരോധം ഒരുക്കിയത്. അപ്പോൾ മറ്റു വിഷയങ്ങളിൽ ആ പ്രതിരോധത്തിൽ സാധിച്ചില്ലെങ്കിൽ അവരെ സ്വാധീനിച്ചെങ്കിലും ഒരു മൊഴി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിലേക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ശ്രമമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാകുന്നു. പക്ഷേ കോൺഗ്രസിൽ KPCCയിലും AICCയിലും രണ്ടഭിപ്രായമാണ്. പുറത്താക്കണോ അതോ ചേർത്തു പിടിക്കണോ എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അത് ആ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടെ രാഹുൽ ഈ ഇടനിലക്കാരെ വെച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഇരകളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി, അരുൺ ആലത്തൂർ, ജിഷ്ണു കൃഷ്ണൻ, ഒപ്പം പ്രജിത് മോഹൻ.